ഇത് ഞങ്ങളുടെ ഗീ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നെയ്യ് അതിൻ്റെ ട്രഡീഷണൽ പ്രോസസ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. ബിലോണ പ്രോസസ്സ് എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടാവും, ഇതിനെപ്പറ്റി അറിയാവുന്നവർ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് വീടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന പൈതൃകമായ ആ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ പുറകെ കാണുന്നത് വാറ്റ് അല്ലെങ്കിൽ ഗീ വാറ്റ് യൂണിറ്റ് എന്ന് പറയും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാറ്റ് പ്രോസസ്സാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന കളക്ട് ചെയ്യുന്ന പാല്, പല ഫാംസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാല് നമ്മൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ക്രീം, ആ ക്രീം ഫ്രഷ് ക്രീം നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഈ വാറ്റിലിട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശുദ്ധമായ ക്രീമിനെ നമ്മൾ ഉരുക്കി 120 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ചതിന് ശേഷം അതിനെ കൂൾ ചെയ്യാൻ അനുവദിച്ച് അതിൻ്റെ നാച്ചുറൽ പ്രോസസ്സിൽ അതിൻ്റെ ന്യൂട്രിയൻസും എല്ലാം നമ്മൾ റീറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇത് മൂന്നാമത്തെ ദിവസമാണ് പാക്കിങ്ങിലേക്കും ലേബലിംഗ് സ്റ്റേജിലേക്കും ഇത് പോകുന്നത്. അതുവരെ ആ ഗീരെ അതിൻ്റെ നാച്ചുറൽ കൂളിംഗ് പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ്, അതിൻ്റെ എല്ലാം തന്മയത്വവും അതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഗീ പാക്ക് ചെയ്യുന്നത്.